شيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. എന്താണ് ആയത്തുൽ കുർസി? സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്താണിത്. 285-ാമത്തെ ഒരു ആയത്ത്. കുർസി എന്ന് പറഞ്ഞാൽ സീറ്റ് എന്നാണ്, ചെയർ എന്നാണ്. അത് പക്ഷേ അള്ളാഹുവിന്റെ കുർസിയാണ്. വസിഅ കുർസിയുഹു, അള്ളാഹുവിന്റെ കുർസി, അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണത്. അള്ളാഹുവിന് ഇരിക്കാൻ ഇടം വേണ്ട, പക്ഷേ അള്ളാഹുവിന്റെ അധികാരത്തിന്റെ സിംബലാണ് അള്ളാഹുവിന്റെ അർശും അവന്റെ കുർസിയും. ഈ ആയത്തുൽ കുർസി 9 സെന്റൻസുകളാണ്, 9 ജുംലകളാണ്. ഉസ്താദന്മാര്, വിദ്യാർത്ഥികൾ, മുഅല്ലിമീങ്ങൾ, മുതഅല്ലിമീങ്ങൾ അവർക്കത് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാത്തവർക്ക് മനസ്സിലാവും. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 9 ആയത്തുകളാണ്. 9 ആയത്തല്ല, ഒരായത്താണ്. 9 ജുംലകളാണ്, 9 സെന്റൻസുകൾ, 9 വാക്യങ്ങൾ. 1, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. 1. 2 എന്താ? രണ്ടാമത്തെ ആയത്തല്ലേ? രണ്ടാമത്തെ ജുംല ലാ തഅഖുദുഹു സിനത്തും വലാ നൗം. അല്ലാഹു ലാ ഇലാഹ, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമേ ഇല്ല. ആരാധിക്കപ്പെടാൻ അർഹനായവൻ, ഒരു രൂപമില്ലാത്തവൻ, സ്തൂപമില്ലാത്തവൻ, ചിത്രങ്ങളില്ലാത്തവൻ, എന്നാൽ ഈ ലോകത്ത് മുഴുവനും പഠിച്ചു പരിപാലിക്കുന്ന കാരുണ്യവാൻ, അവനല്ലാതെ മറ്റാരുമേ ഈ ലോകത്ത് പരിപാലിക്കുന്നവനില്ല. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ ഹയ്യാണ്, ഖയ്യൂമാണ്. ഹയ്യ് ഖയ്യൂം എന്ന് പറഞ്ഞത് എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് ഹയ്യ്. ഖയ്യൂം എല്ലാം നിലനിർത്തി നോക്കി പരിപാലിച്ചു കൊണ്ടുപോരുന്നവൻ. ഇപ്പൊ പരിപാലിച്ചു കൊണ്ടുപോരുക, നോക്കി വരിക എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ ജ്വല്ലറിയിലെ ഈ സെക്യൂരിറ്റിനെ കണ്ടിട്ടില്ല? സെക്യൂരിറ്റി കാർഡ് കേട്ടിട്ടില്ല? കള്ളന്മാരൊക്കെ സെക്യൂരിറ്റിനെ ചെയറിൽ പിടിച്ച് കെട്ടിട്ടിട്ട് എന്ത് ചെയ്തു? ജ്വല്ലറി തുറന്ന് മോഷിച്ചു. ഈ സെക്യൂരിറ്റിക്കാരെ ഇങ്ങനെ 24 മണിക്കൂർ ഇരിക്കാൻ പറ്റും അവർക്ക് ഉറങ്ങാതെ? കുറെ ഒരു സാധനം തന്നെ നോക്കി നിന്നാൽ എന്ത് വരും? ഉറക്കം വരും. ഇപ്പൊ സെക്യൂരിറ്റി ജീവനക്കാരൊക്കെ, ഇപ്പൊ ഫ്ലൈറ്റുകൾക്ക്, എയർപോർട്ടിന്റെ സെക്യൂരിറ്റി ചെയ്യുന്നവർ, ഒരു നിയമസഭയുടെ, ഒരു പാർലമെന്റിന്റെ സെക്യൂരിറ്റി, അവർ എല്ലാ സമയവും ക്യാമറകൾ കൊടുക്കുന്ന ചിത്രങ്ങൾ സ്ക്രീനിൽ നിന്ന് നോക്കുകയാണ്. അതിലാരെങ്കിലും വരുന്നുണ്ട്, ഇതിലാരും പോകുന്നുണ്ട്, അയാൾ അങ്ങോട്ടാ പോകുന്നത്, ഇയാളെന്താ ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സ്ക്രീനിലേക്ക് തന്നെ നിങ്ങളൊരു കുറച്ചു നേരം നോക്കിയിരുന്നാൽ എന്താ സംഭവിക്കുക? ഉറക്കം വരും. കണ്ണും മാറ്റാൻ പറ്റാതെ ഇങ്ങനെ നോക്കി ഉറക്കം വരൂലേ? അല്ലാഹു ഖയ്യൂമാണ്. അല്ലാഹു ഈ ലോകം നിലനിർത്തിപ്പോരുന്ന ആളാണ്. അവനാണിത് നോക്കിക്കൊണ്ട് നടക്കുന്നത്. പക്ഷേ ഭൂമിയിലുള്ള സെക്യൂരിറ്റിക്കാരെ നോക്കി നടത്തുന്ന പോലെയല്ല അല്ലാഹു. സെക്യൂരിറ്റിക്കാരന് ക്ഷീണം വരുന്നുണ്ട്, തൂങ്ങിയുറക്കം വരുന്നുണ്ട്. അല്ലാഹുവിന് ഉറക്കമോ തൂങ്ങിയുറക്കമോ ബാധിക്കുകയില്ല. അവൻ ഖയ്യൂമാണ്. അല്ലാഹുവിന്റെ ഖയ്യൂമിയത്ത് മനുഷ്യരെ പോലെയല്ല. മനുഷ്യന് ഉറക്കം വരും, അല്ലാഹുവിന് ഉറക്കം വരൂല. അള്ളാഹുവിന് ഉറക്കമോ തൂങ്ങിയുറക്കമോ ബാധിക്കുകയില്ലെന്ന് രണ്ടാമത്തെ ജുംലയിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹു ഖയ്യൂമാണ് എന്ന അള്ളാഹുവിന്റെ ഇസ്മിനെ വ്യാഖ്യാനിക്കുകയാണ്. രണ്ടാമത്തേത് ഉറക്കം വരണ്ട, ഉറക്കം വരണ്ട. അതൊക്കെ നല്ല മരവിസ്കരിച്ച് അപ്പൊ പറയണം, എന്നാലൊക്കെ തലേ കയറുള്ളൂ. ഇത് സമയം വൈകിയോണ്ട് നിങ്ങൾ വിഷമിക്കരുതേ. ഒരു ഉന്മേഷമുള്ള സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ അത് ശരിക്കും തലേക്ക് പിടിക്കുള്ളൂ. എന്നാലും വട്ടെ. രണ്ടാമത്തേത്. മൂന്നാമത്തേത് അള്ളാഹുവാണ് നോക്കി പരിപാലിക്കുന്നവൻ. നോക്കി പരിപാലിക്കുന്നവൻ എന്ന് പറയുമ്പോ സെക്യൂരിറ്റിക്കാരൻ ജ്വല്ലറി നോക്കുന്നുണ്ട്. അയാളുടേതാണോ ജ്വല്ലറി? അല്ല, അയാളുടെ ജോലിക്കാരനാണ്. അള്ളാഹു ഖയ്യൂമാണ്. ആ റബ്ബിന് ഉറക്കം വരില്ലെന്ന് പറയുമ്പോൾ അള്ളാഹു നോക്കി നോക്കി പരിപാലിക്കുന്നത് മറ്റാരുടെയോ സംഗതിയാണെന്ന് വിചാരിക്കേണ്ട. ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. ടു അല്ലാഹു belongs whatever is in the entire cosmos. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം അള്ളാഹുവിന്റെ അധികാരത്തിലാണ്. ഇതിന്റെയൊക്കെ ഉടമസ്ഥനും അവൻ തന്നെ, നോക്കുന്നതും അവൻ തന്നെ. മൂന്നാമത്തെ ജുംലയായി, മൂന്നാമത്തെ വാക്യം. അല്ലാഹു മലിക്കാൻ, അവൻ രാജാവാൻ, അവനുള്ളതാണ് എല്ലാം. ലഹു, അല്ലാഹുവിനുള്ളതാണ്
എന്തൊക്കെ? മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, ഭൂമിയിലും ആകാശങ്ങളിലും ഉള്ളതെല്ലാം അല്ലാഹുവിനുള്ളതാണ്. മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതമില്ലാതെ ആർക്കാണോ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ കഴിയുക, ആർക്കാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ പറ്റുക? അവന്റെ സമ്മതമില്ലാതെ. സമ്മതം കൊടുക്കുന്നവരുണ്ട്. അല്ലാഹുവിന്റെ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങളായ ആളുകൾ, ഖുർആൻ മനഃപാഠമാക്കിയവർ, ഷഹീദായവർ, മുഅ്മിനീങ്ങൾക്ക് സമ്മതമുണ്ട്. സമ്മതമില്ലാത്തവർക്ക് നാളെ ശഫാഅത്തില്ല. എത്രണ്ണായി? 4. ഈ 4 കഴിഞ്ഞാൽ 5-ാമത്തേതുണ്ടാകും. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവർക്ക് മുമ്പിലുള്ളതും പിന്നിലുള്ളതും അല്ലാഹു അറിയുന്നു. അതോടെ നിർത്തട്ടെ. 5-ാമത്തേത് 6. ولا يحيطون بشيء من علمه إلا بما شاء, അല്ലാഹു അറിയിച്ചു കൊടുക്കുന്നതല്ലാതെ ഒന്നുമേ അല്ലാഹുവിന്റെ അറിവിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. അല്ലാഹുവിന്റെ അധികാരം പറഞ്ഞു, അല്ലാഹുവിന്റെ ഇൽമ പറഞ്ഞു, അല്ലാഹുവിന്റെ മിൽക്ക് പറഞ്ഞു. വസിഅ കുർസിയുഹു, 7-ാമത്തേത് വസിഅ കുർസിയുഹു السماوات والأرض, അല്ലാഹുവിന്റെ അധികാരത്തിന്റെ കസേര, അല്ലാഹുവിന്റെ ആകാശങ്ങളും ഭൂമിയും ചുഴന്നു നിൽക്കുകയാണ്. എന്നാൽ വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അല്ലാഹുവിന് ഈ ആകാശലോകങ്ങളെയും ഭൂമിയെയും പ്രപഞ്ചത്തെയും പരിപാലിക്കാൻ അല്ലാഹുവിന് യാതൊരു ക്ഷീണവും വരികയില്ല. വഹുവൽ അലിയുൽ അദീം, അല്ലാഹു അലിയാണ്, ഉന്നതനാണ്. അല്ലാഹു അദീമാണ്, മഹോന്നതനാണ്. 9 9 ജുംല. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ? 1-ാമത്തേത് എടുക്കുക, 9-ാമത്തേതും ചേർത്ത് വെക്കുക. 2-ാമത്തേത് എടുക്കുക, 8-ാമത്തേതും ചേർത്ത് വെക്കുക. 3-ാമത്തേത് എടുക്കുന്നു, 7-ാമത്തേത്. 4-ാമത്തേത് എടുക്കുന്നു, 6-ാമത്തേതും. 5-ാമത്തേത് നടുവ് കിടക്കട്ടെ. 5-ാമത്തെ നടുവിലല്ലേ? മുമ്പിൽ 4 ബാക്കിൽ 4. ഇനി ഞാൻ പറഞ്ഞു. ഇനിയാണ് നമ്മളെ ശരിക്കുള്ള ഇതിന്റെ ഉള്ളിലെ സീക്രട്ട് മനസ്സിലാവുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അല്ലാതെ ഇലാഹില്ല, അവനാണ് ഹയ്യ്, അവനാണ് ഖയ്യൂം. അല്ലാഹുവിന്റെ എത്ര വിശേഷണങ്ങൾ അവിടെ പറഞ്ഞത്? എത്ര ഇസ്മ പറഞ്ഞു? 1 2? എത്ര പറഞ്ഞു? 2. ഒന്ന് ഹയ്യ്, മറ്റേത് ഖയ്യൂം. അത് 1-ാമത്തെ ജുംലയാ. 9-ാമത്തെ ജുംല അവസാനത്തിൽ ഇറക്കി. വഹുവൽ അലിയുൽ അസീം, അല്ലാഹു അലിയാണ്, അല്ലാഹു അസീമാണ്. എത്ര വിശേഷണം പറഞ്ഞു? 2. ആദ്യത്തേതിലും വന്നാൽ 2 ഇസ്മ, അവസാനത്തേതിലും 2 ഇസ്മ. ആദ്യത്തെ ജുംലയും അവസാനത്തെ ജുംലയും നോക്കിയാൽ 2-ലും അല്ലാഹു ഈ 2 റബ്ബിന്റെ സിഫത്തുകൾ പറഞ്ഞു, അല്ലാഹുവിന്റെ പേരുകൾ പറയുന്നു. ഇനി 2-ാമത്തെ ജുംല, 8-ാമത്തേത് നിങ്ങൾ എഴുതിയിട്ട് നമ്മള് ബോർഡുമ്പിലൊക്കെ എഴുതി വെച്ച് ഇങ്ങനെ സ്ക്രീനിലൊക്കെ കാണിച്ചാൽ അത് പെട്ടെന്ന് മനസ്സിലാവും. ഒന്ന് മറ്റൊന്നിലൊക്കെ നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ ആലോചിക്കാൻ അല്ലെ? നിങ്ങളുടെ കയ്യിൽ ഖുർആനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യത്തെ പുസ്തകം തുറന്നു നോക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അള്ളാഹുവിന്റെ ഉറക്കമോ തൂങ്ങി ഉറക്കമോ അള്ളാഹുവിനെ ബാധിക്കുകയില്ല. 8-ാമത്തേതാ? വലാ യഊദുഹു ഹിഫ്ളുഹുമാ, അള്ളാഹ് തൂങ്ങിയുറക്കമോ ഉറക്കമോ ബാധിക്കുകയില്ല. 2-ാമത്തേത് 8-ാമത്തെ ജുംല പറയുന്നത് വലാ യഊദുഹു ഹിഫ്ളുഹുമാ, ഈ പ്രപഞ്ചം നോക്കി പരിപാലിച്ചു കൊണ്ടുപോകാൻ അള്ളാഹുവിന് യാതൊരു ക്ഷീണവും വരികയില്ല. തൂങ്ങിയുറക്കല്ല, ഉറക്കില്ല, അള്ളാഹ്ക്ക് ക്ഷീണമില്ല. 2 ആശയവും ബന്ധിച്ചിരിക്കുകയാണ്. ഒരേ ആശയം. അള്ളാഹ്ക്ക് ഉറക്കില്ല, അള്ളാഹ്ക്ക് ക്ഷീണമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ. ബന്ധം നോക്കണം. ഇനി 3-ാമത്തേതും 7-ാമത്തേതും ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി, അല്ലാഹുവിനാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് ഉടമപ്പെട്ടിരിക്കുന്നത്. അല്ലാഹുവിനാണ് അല്ലാഹുവിന് അധികാരപ്പെട്ടതാണ്. ആകാശലോകങ്ങളിലും ഭൂമിയിലുമുള്ള സർവ്വതും, ആകാശങ്ങളും ഭൂമിയും എന്ന് ഖുർആൻ പറയുന്നത് പ്രപഞ്ചമൊന്നാകെ എന്ന അർത്ഥത്തിലാണ്. അല്ലാഹുവിനുള്ളതാണ്.
മൂന്നാമത്തെ ജുംല. ഏഴാമത്തെ എന്താ? അള്ളാഹുവിന്റെ അധികാരത്തിന്റെ കസേര പ്രപഞ്ചം മുഴുവനും ചൂഴ്ന്നു നിൽക്കുന്നതാണ്. അള്ളാഹ്ക്കാണ് പ്രപഞ്ചത്തിന്റെ അധികാരം മുഴുവനും. ഏഴാമത്തേത്. മൂന്നാമത്തെ പറഞ്ഞെന്താ? അള്ളാഹുവിന് അർഹതപ്പെട്ടതാണ് പ്രപഞ്ചത്തിലുള്ള മുഴുവനും. രണ്ടും അള്ളാഹു മലിക്കാണ്, അവനാണ് രാജാവ്, അള്ളാഹുവാണ് മാലിക്. ഇത് രണ്ടും അപ്പൊ രണ്ട് ജുംലയും പറഞ്ഞത് ഒരേ ആശയം ബന്ധിച്ചു തീർന്നു. ഇനി നാലാമത്തേതും ആറാമത്തേതും അള്ളാന്റെ സമ്മതമില്ലാതെ ഇല്ല എന്നൊരു പ്രയോഗം കാണൂടെ. അവന്റെ സമ്മതമില്ലാതെ ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക? ആറാമത്തേതിലും വരും ഇല്ല. നോക്കണം. ولا يحيطون بشيء من علمه إلا بما شاء. അല്ലാഹു ഉദ്ദേശിച്ചതല്ലാതെ ഒരു ഇൽമും നിങ്ങൾക്ക് അല്ലാഹു അറിയിച്ചു തരുന്നില്ല, നിങ്ങൾക്കറിയാനും പറ്റൂല. ഇല്ലാ ബിമാ ഷാഅ ഇല്ലാ ബിഇദ്നിഹി. രണ്ട് ജുംലയിലും ഇസ്തിസ്നാ വന്നു എന്ന് പറയും അറബി ഗ്രാമറിൽ. ഇനി എന്താ ബാക്കിയുള്ളതെന്നറിയോ? മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. ആ ആയത്ത് കിടക്കുന്നത് നേരെ മധ്യത്തിൽ. ഈ നാലായത്തുകളുടെയും മധ്യത്തിൽ മുമ്പിലുള്ളതും പിറകിലുള്ളതും അല്ലാഹു അറിയുന്നു. നിങ്ങൾക്ക് പിറകിലുള്ളത്, നിങ്ങൾക്ക് മുമ്പിലുള്ളത് എല്ലാം അല്ലാഹുവിനറിയാം. മുമ്പിലും പിമ്പിലും അറിയുന്നു പറഞ്ഞ വാചകം കിടക്കുന്നത് നേരെ മധ്യത്തിൽ. അതിന്റെ മുമ്പേ 4 സൂക്തങ്ങൾ, ശേഷം 4. ഇത് പൂർത്തിയാകുമ്പോഴാണ് ആയത്തുൽ കുർസി, പിശാചിന്റെ ഏറ്റവും പേടിയുള്ള ആയത്തുൽ കുർസി. ഇങ്ങനെ ഓരോരോ സെന്റൻസും ഒന്ന് മറ്റൊന്നിനോട് യോജിച്ചു നിൽക്കുകയാണ്. അസ്മഈ എന്ന് പറയുന്ന ഒരു ഗ്രമേറിയൻ നഹ്വിയാണ്. അറബ് ഭാഷയുടെ ഗ്രാമർ പഠിച്ച ആളാണ്, വലിയ ഗ്രമേറിയൻ. അയാളൊരു നാട്ടിലൂടെ നടക്കുമ്പോ ഒരു അറാബിയെ കണ്ടു. അയാളുടെ കൂടെ ഇരിക്കുമ്പോ ഒരു മൂളിപ്പാട്ട് പാടുന്ന പോലെ, നമ്മൾ ഈ ചെറുപ്പക്കാരൊക്കെ പാട്ട് പാടുന്ന പോലെ അന്നൊക്കെ ഖുർആനാ ഓതുക. അസ്മഈ ഒരു ആയത്തിനെ ഓതിയപ്പോ പഴച്ചുപോയി, അദ്ദേഹം അറിഞ്ഞില്ല. ഓതേണ്ടിയിരുന്നത് ഈ ആയത്താണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والسارق والسارقة فاقطعوا أيديهما جزاء بما كسبا نكالا من الله والله عزيز حكيم. إذا آية فلما القرآن أوصانيكم جاءت والله غفور رحيم والله عزيز رحيم والله ഹക്കീമുൻ അലീം അലീമുൻ ഹക്കീം എന്നൊക്കെ വരും. ഇത് ഓരോന്നും അതിന്റെ കൃത്യമായ സ്ഥലത്താണെന്നാണ്. അപ്പൊ അറാബിയായ ഒരാളുടെ മുമ്പിലാണ് അസ്മഈ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ഈ ആയത്ത് ഓതിയത്. ഓതിയപ്പോ പഴച്ചുപോയി. അസീസുൻ ഹക്കീം എന്ന് പറയുന്നിടത്ത് എന്താ ഓതിയത്? ഗഫൂറുർ റഹീം. ഇതിന്റെ അർത്ഥം എന്താ? വസ്സാരിഖതു